ഗുഡ് വിൽ ജംഗ്ഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് പ്രോസസ് കോസ്റ്റിങ്ങിൻ്റെ പ്രോബ്ലമാണ്. പ്രോസസ് കോസ്റ്റിങ്ങും അതുപോലെ തന്നെ കോൺട്രാക്റ്റ് കോസ്റ്റിങ്ങും. ബി കോമിനാണ് ഈ പ്രോസസ്സും കോൺട്രാക്റ്റിങ്ങും ഉള്ളത്. BBAക്ക് പ്രോസസ്സ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, ബി കോമുകാർക്ക് പ്രോസസ്സിൽ നിന്നോ കോൺട്രാക്റ്റിൽ നിന്നോ ഒരു എസ് എ ക്വസ്റ്റ്യൻ വരാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് നോക്കുക. അതുപോലെ BBAക്കാർക്ക് ഉറപ്പായിട്ടും പ്രോസസ്സിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടും പാർട്ട് ബിയിലോ പാർട്ട് സിയിലോ ചോദിക്കാം. അപ്പോൾ നമുക്ക് ഓൾറെഡി നമ്മൾ വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട്, എന്നാലും നമുക്ക് ഒരു പ്രോബ്ലം കൂടി നമുക്ക് ഡിസ്കസ് ചെയ്യാം. എ പ്രൊഡക്റ്റ് പാസസ് ത്രൂ ടു പ്രോസസ് എക്സ് ആൻഡ് വൈ. അതായത് ഒരു പ്രൊഡക്റ്റ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ രണ്ട് പ്രോസസ്സിലൂടെ കടന്നു പോകണം. അത് എക്സും വൈയും ആണ്. ദ ഫോളോയിങ് റിലേറ്റ് ടു ദ പ്രോസസ് എക്സ് വൈ. അതായത് എക്സുമായി ബന്ധപ്പെട്ടതും വൈയുമായി ബന്ധപ്പെട്ട് തന്നിട്ടുള്ള കുറച്ച് ഡീറ്റെയിൽസ് ആണ് നമുക്ക് താഴെ തന്നിട്ടുള്ളത്. അതിൽ ലേബർ ഉണ്ട്. പ്രോസസ് എക്സിലേക്ക് വന്നിട്ടുള്ള ലേബർ 12,000 പ്രോസസ് വൈയുടെ 4,000 ആണ്. അതിൽ ഡയറക്റ്റ് എക്സ്പെൻസസ് 4,000 3,000. ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ഉണ്ട് 4,500 1,250 ആണ്. അതുപോലെ ആക്ച്വൽ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ പ്രോസസ്സിൻ്റെ അവസാനം എഴുതേണ്ടതാണ്. അത് 900 യൂണിറ്റും അതുപോലെ 800 യൂണിറ്റും ആണ്. ഇനി നോർമൽ ലോസ് ഉണ്ട്. നോർമൽ ലോസ് പ്രോസസ് എക്സിൻ്റെ 10%, പ്രോസസ് വൈൻ്റെ 10% ആണ്. സ്ക്രാപ്പ് വാല്യൂ ഉണ്ട്. പ്രോസസ് എക്സ് വിൽക്കുന്നത് 10 രൂപയ്ക്കും പ്രോസസ് വൈ ആണെങ്കിൽ 12 രൂപയ്ക്കാണ് സെയിൽ ചെയ്യുന്നത്. പിന്നെ സ്റ്റാർട്ടിങ് പ്രോസസ് എക്സ് വരയ്ക്കുമ്പോൾ 1,000 യൂണിറ്റ്സ് വേർ ഇൻട്രൊഡ്യൂസ് ടു പ്രോസസ് എക്സ് അറ്റ് ₹30 പെർ യൂണിറ്റ്. അതായത് പ്രോസസ് എക്സിലേക്ക് നമ്മളൊരു 1000 യൂണിറ്റ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഒരു യൂണിറ്റിൻ്റെ വില 30 രൂപയാണ്. എങ്കിൽ നമ്മളുടെ പ്രോസസ് അക്കൗണ്ടും ലോസ് അക്കൗണ്ടും തയ്യാറാക്കാനാണ് പറഞ്ഞേക്കണേ. അപ്പോൾ നമുക്ക് ആദ്യം തന്നിട്ടുള്ള ഇൻഫർമേഷൻ വെച്ചിട്ട് ആദ്യം പ്രോസസ് എക്സ് അക്കൗണ്ട് വരയ്ക്കാം. അപ്പോൾ അതിൽ ആദ്യം നിങ്ങൾ മെറ്റീരിയൽ ഇൻട്രൊഡ്യൂസ്ഡ് എന്ന് പറഞ്ഞിട്ട് കണ്ടോ, ഇവിടെ മെറ്റീരിയൽ ഇൻട്രൊഡ്യൂസ്ഡ് 1000 യൂണിറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടില്ലേ, ആ 1000 × 30 ചെയ്യുക. അപ്പോൾ 1000 × 30 ചെയ്യുമ്പോൾ നമുക്കറിയാം 30,000 നമുക്ക് കിട്ടും. അതാണ് നമ്മൾ ആദ്യം പ്രോസസ് എക്സ് അക്കൗണ്ടിൽ എഴുതേണ്ടത്. കണ്ടോ, മെറ്റീരിയൽ ഇൻട്രൊഡ്യൂസ് നമുക്ക് വേണമെങ്കിൽ എഴുതാം. യൂണിറ്റിൽ 1000 എഴുതാം. 1000 × 30 നമുക്ക് 30,000. അടുത്തത് നമ്മുടെ ലേബർ എഴുതാം. ലേബർ എത്രയാണ്? 12,000 ആണ്. അത് എമൗണ്ട് കോളത്തിൽ നമുക്ക് ഡയറക്റ്റ്ലി എടുത്ത് എഴുതാം. അടുത്തത് ഡയറക്റ്റ് എക്സ്പെൻസസ് 4,000 ആണ്. അപ്പോൾ ഡയറക്റ്റ് എക്സ്പെൻസസ് 4,000 എഴുതുക. നെക്സ്റ്റ് ഐറ്റം ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ് 4,500. അത് നമ്മൾ എഴുതി. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മുടെ പ്രോസസ് എക്സിൽ ഡെബിറ്റ് സൈഡിൽ എഴുതേണ്ട എല്ലാ എക്സ്പെൻസുകളും നമ്മൾ എഴുതിയിട്ടുണ്ട്. അതിൽ ആക്ച്വൽ ഔട്ട്പുട്ട് നമ്മൾ ലാസ്റ്റ് ക്രെഡിറ്റ് സൈഡിലാണ് എഴുതുക. ആക്ച്വൽ ഔട്ട്പുട്ട് നമ്മൾ പ്രോസസ് വൈ എന്ന് പറഞ്ഞ് എഴുതിയിട്ട് ആക്ച്വൽ ഔട്ട്പുട്ട് എത്രയാണ്? 900 യൂണിറ്റ് അല്ലേ? ആ 900 യൂണിറ്റ് നമ്മൾ അടുത്ത പ്രോസസ്സിൻ്റെ പേര് എഴുതിയിട്ട് വേണം ഇവിടെ 900 യൂണിറ്റ്സ് എഴുതാൻ. ഇനി ഒരു കാര്യം മക്കളെ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നോർമൽ ലോസ് ഉറപ്പായിട്ടും ക്വസ്റ്റ്യനിൽ ഉണ്ടാവും. ഇവിടെ നോർമൽ ലോസ് 10% ആണ്. എന്തിൻ്റെ 10% ആണ് നോർമൽ ലോസ് എന്ന് പറഞ്ഞാൽ? ഇത് ഇവിടെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നില്ലേ, ആ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ 1000 യൂണിറ്റ് അല്ലേ, ആ 1000ൻ്റെ 10%. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ഇവിടെ നമ്മൾ 1000 × 10/100 നമ്മൾ ചെയ്താൽ മതി. 10/100 ചെയ്ത് നമുക്ക് 2 സീറോസ് കൂടെ കട്ട് ചെയ്ത് കളയാം. അപ്പോൾ 10 × 10 നമുക്കിവിടെ 100 യൂണിറ്റ് എന്ന് കിട്ടും. ഈ നോർമൽ ലോസ് നമ്മൾ എപ്പോഴും നമ്മൾ വിൽക്കുന്നത് അതിൻ്റെ എമൗണ്ട് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഈ കിട്ടിയ നോർമൽ ലോസ് ഇല്ലേ, ഈ കിട്ടിയ നോർമൽ ലോസ് ഇൻറ്റു നമ്മുടെ സ്ക്രാപ്പ് വാല്യൂവിൽ സ്ക്രാപ്പ് വാല്യൂ 10 രൂപയല്ലേ. അപ്പോൾ ഈ 100 × 10 ചെയ്താൽ നമുക്ക് 1000 എന്ന് കിട്ടും. ഇനി നമ്മളിത് ബാലൻസ് ചെയ്യുക. ബാലൻസ് ചെയ്യുമ്പോൾ ഇവിടെ ഓൾറെഡി 900 നമുക്ക് ആക്ച്വൽ ഔട്ട്പുട്ട് തന്നിട്ടുണ്ട്. ഇപ്പോൾ ഒരു 100ഉം വന്നിട്ടുണ്ട്. രണ്ട് സൈഡ് കൂട്ടി നോക്കിയപ്പോൾ കറക്റ്റായിട്ട് നമുക്ക് 1000 രണ്ട് സൈഡിലും വന്നു. അതായത് ഈക്വലായിട്ട് ടാലി ആയിപ്പോയി. നമുക്ക് അവിടെ ബാലൻസ് ഒന്നും വന്നിട്ടില്ല. മേ ബി ചിലപ്പോൾ നമുക്ക് ബാലൻസ് വരാം, കുറവ് വരാം. ഇവിടെ നമുക്ക് 100ഉം 900ഉം കൂട്ടിയപ്പോൾ 1000 ക്രെഡിറ്റ് സൈഡിൽ വന്നു. ഡെബിറ്റ് സൈഡിൽ ഓൾറെഡി 1000 ഉണ്ട്. ഇനിയിപ്പോൾ ക്രെഡിറ്റ് സൈഡിൽ എങ്ങാനും വല്ല കുറവ് വന്നാൽ നമ്മളതിനെ അബ്നോർമൽ ലോസ് എന്നാണ് പറയുക. ക്രെഡിറ്റിലാണ് കുറവെങ്കിൽ അത് അബ്നോർമൽ ലോസും, ഡെബിറ്റിലാണ് കുറവ് വരുന്നതെങ്കിൽ അതിനെ അബ്നോർമൽ ഗെയിൻ എന്നാണ് പറയുക കേട്ടോ. അത് പ്രത്യേകം ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഇവിടെ നമുക്ക് എന്താണ്, അബ്നോർമൽ ലോസും ഇല്ല അബ്നോർമൽ ഗെയിനും ഇല്ല. നമ്മളത് ബാലൻസ് ചെയ്തു. ബാലൻസിങ് ഫിഗറിൻ്റെ എമൗണ്ട് നമുക്ക് 49,500 കിട്ടും. ഈ 50,500 നമ്മുടെ നോർമൽ ലോസ് 1000 അത് കുറയ്ക്കുമ്പോൾ നമുക്ക് 49,500 കിട്ടിയിട്ടുണ്ട്. ഈ കിട്ടിയ ഈ സാധനത്തിലെ പ്രോസസ് വൈ അത് വേണം നമ്മൾ പ്രോസസ് വൈയിൽ കൊണ്ട് എഴുതാൻ. അത് പ്രോസസ് വൈയിലോട്ട് എഴുതുമ്പോൾ നിങ്ങൾ പ്രോസസ് വൈ എന്നല്ല എഴുതണ്ടേ. എവിടെ നിന്നാണ് വന്നേക്കണേ? പ്രോസസ് എക്സ് എന്നല്ലേ വന്നേക്കണേ. അപ്പോൾ ഇവിടെ നമ്മൾ പ്രോസസ് എക്സ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ട് നമുക്ക് ഇവിടുത്തെ എമൗണ്ട് എത്രയാണ്? 900 യൂണിറ്റ്, എമൗണ്ട് 49,500.
ഇത് എഴുതി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്ത് നോക്കണ്ട, ഇനി പ്രോസസ് എക്സ് അക്കൗണ്ട് നിങ്ങൾ നോക്കണ്ട. ഇനി ക്വസ്റ്റിലോട്ട് പോകാം. നമുക്ക് ക്വസ്റ്റ്യനിലെ ലേബർ 4000 ഡെബിറ്റിലെടുത്ത് എഴുതുക, ഡയറക്റ്റ് എക്സ്പെൻസ് 3000, ഇൻഡയറക്റ്റ് എക്സ്പെൻസ് 1280, അത് നമ്മളെടുത്ത് എഴുതി. കണ്ടോ, ലേബർ 4000, ഡയറക്റ്റ് എക്സ്പെൻസ് 3000, ഇൻഡയറക്റ്റ് എക്സ്പെൻസ് 1280. ഇവിടെ നമുക്ക് എന്തുണ്ട്, ഇവിടെ നമുക്ക് നോർമൽ ലോസ് ഉണ്ടല്ലേ. എത്ര പെർസെൻറ്റേജ്? 10%. എന്തിന് 10%? ഇവിടുത്തെ ഡെബിറ്റ് ചെയ്തിട്ടില്ലേ ആ 900 യൂണിറ്റ് അല്ലേ ഇവിടുത്തെ ഡെബിറ്റിൽ വന്നിട്ടുള്ള എമൗണ്ട്. മുകളിലാണെങ്കിൽ നമ്മൾ 1000 യൂണിറ്റ് ആയിരുന്നു. ആ 1000 യൂണിറ്റിൻ്റെ 10% ചെയ്തപ്പോൾ നമുക്ക് 100 കിട്ടി. ഇവിടെ 900 യൂണിറ്റിൻ്റെ 10% ചെയ്ത് നമുക്ക് 90 എന്ന് കിട്ടും. കണ്ടോ, സിമ്പിളാണ് കേട്ടോ. അതായത് ഡെബിറ്റിൽ കിടക്കുന്ന സ്റ്റാർട്ടിങ്ങിൽ കിടക്കുന്ന യൂണിറ്റ് ഇൻറ്റു ആ പെർസെൻറ്റേജ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? നോർമൽ ലോസ് കിട്ടും. അപ്പോൾ 90 എന്ന് കിട്ടിയില്ലേ. ഇനി സ്ക്രാപ്പ് വെച്ച് ഇൻറ്റു ചെയ്താൽ പോരെ. ഇവിടുത്തെ സ്ക്രാപ്പ് വാല്യൂ 10 രൂപയല്ല 12 രൂപയാണ് പ്രോസസ് വൈഡ് കേട്ടോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? 90 × 12 ചെയ്യുക. 90 × 12 ചെയ്യുമ്പോൾ നമുക്ക് 1080 എന്ന് കിട്ടും. ഇനി ലാസ്റ്റ് നമുക്ക് 2 പ്രോസസ്സിലൂടെ കടന്നു പോയാൽ, അതായത് എക്സിലൂടെയും വൈയിലൂടെയും കടന്നു പോയാൽ കിട്ടുന്ന അവസാനത്തെ പ്രൊഡക്റ്റ് നമുക്ക് ഫിനിഷ്ഡ് പ്രൊഡക്റ്റാണ്. ഇനി നമുക്കൊരു അടുത്തൊരു പ്രോസസ്സ് ഇല്ല നമുക്ക് അല്ലേ, വൈയോട് കൂടി ആ പ്രോസസ്സ് കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ ആക്ച്വൽ ഔട്ട്പുട്ട് എത്ര? ഇവിടെ 800 യൂണിറ്റ് അല്ലേ. അത് നമ്മൾ എന്തെന്ന് പറയുക എഴുതുക. ഇനി പ്രോസസ്സ് ഇല്ലല്ലോ. അപ്പോൾ നമ്മൾ ഫിനിഷ്ഡ് സ്റ്റോക്ക് എന്ന് പറഞ്ഞ് എഴുതിയിട്ട് ഇവിടെ 800 നമ്മൾ എഴുതുക. ഇവിടെ 800 എഴുതുക. ഇത് നമ്മൾ ബാലൻസ് ചെയ്ത് നോക്കുക. ഇവിടെ നമ്മൾ ഡെബിറ്റിൽ ബാലൻസ് ചെയ്ത് നമുക്ക് 900 യൂണിറ്റ് കിട്ടിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് 800 കൂടി കൂട്ടുമ്പോൾ നമുക്ക് 890 എന്നാണ് നമുക്ക് എന്ത് കിട്ടുക? ക്രെഡിറ്റ് സൈഡിൽ കിട്ടുക അല്ലേ. പക്ഷെ അവിടെ ഒരു കുറവുണ്ട്, കാരണം ഡെബിറ്റിൽ 900 ഉണ്ട്. അപ്പോൾ 900 ആണ് വലുത്. അപ്പോൾ ക്രെഡിറ്റിലൊരു 10 യൂണിറ്റ് കുറവുണ്ട് അല്ലേ. ക്രെഡിറ്റിലാണ് കുറവെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞു ക്രെഡിറ്റിലാണ് കുറവ് വരുന്നെങ്കിൽ, ബാലൻസ് വരുന്നെങ്കിൽ അതിനെ നമ്മൾ എന്താ വിളിക്കുക? അബ്നോർമൽ ലോസ് എന്നാണ് പറയുക കേട്ടോ. ക്രെഡിറ്റിലാണ് എമൗണ്ട് കുറവെങ്കിൽ നമ്മളതിന് എന്താ വിളിക്കുക? അബ്നോർമൽ ലോസ് എന്നാണ് കിട്ടുക. അപ്പോൾ ഒരു 10 യൂണിറ്റാണ് നമുക്ക് അബ്നോർമൽ ലോസ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ 10 എന്ന് എടുത്ത് എഴുതി. ഇനി ഇവിടുത്തെ എമൗണ്ട് നമ്മൾ കണ്ടുപിടിക്കണം. ഒരു ഇക്വേഷൻ വെച്ച് കണ്ടുപിടിക്കണം. എങ്ങനെയാണ് കണ്ടുപിടിക്കാന്ന് അറിയാം. ഒരു ഇക്വേഷൻ ഞാൻ പറഞ്ഞുതരാം. ഇവിടെ കിട്ടിയ ടോട്ടലില്ലേ, അതായത് ക്രെഡിറ്റിൽ കിട്ടിയ, ശ്രദ്ധിക്കാൻ ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാം. നമുക്കിപ്പോൾ കണ്ടുപിടിക്കേണ്ടത് ഈ 700 രൂപ നമുക്ക് എങ്ങനെ കിട്ടിയത് കണ്ടുപിടിക്കണം. 10 നമുക്ക് കിട്ടിയില്ലേ. അതായത് ഇവിടുത്തെ ടോട്ടൽ എമൗണ്ട് 57,780 ന്ന് 1080 നമ്മൾ കുറയ്ക്കുക. 57,780 മൈനസ് 1080 ഡിവൈഡഡ് ബൈ ഈ യൂണിറ്റിലെ 900 യൂണിറ്റ്. 900 ന്ന് നോർമൽ ലോസിൻ്റെ യൂണിറ്റ് കുറയ്ക്കുക. അതായത് 900 മൈനസ് 90 ഇൻറ്റു നമുക്ക് കിട്ടിയ അബ്നോർമൽ ലോസിൻ്റെ യൂണിറ്റ് 10. കണ്ടോ, സിമ്പിളാണ് ഇക്വേഷൻ. ഡെബിറ്റിലെ ടോട്ടൽ എമൗണ്ടിൽ നിന്ന് നോർമൽ ലോസിൻ്റെ എമൗണ്ട് 1080 കുറയ്ക്കുക ബൈ ഡെബിറ്റിലെ ടോട്ടൽ യൂണിറ്റ് 900 നിന്ന് നോർമൽ ലോസിൻ്റെ യൂണിറ്റ് 90 കുറയ്ക്കുക ഇൻറ്റു നമുക്ക് കിട്ടിയ അബ്നോർമൽ ലോസ്. ഇത് ഇക്വേഷനിൽ നിങ്ങൾ വാല്യൂ ഇട്ട് ചെയ്താൽ നമുക്ക് 700 എന്ന് കിട്ടും കേട്ടോ. 700 കിട്ടിയ പിന്നെ നമ്മളിത് ബാലൻസ് ചെയ്യുക. ബാലൻസിങ് ഫിഗർ 56,000 എന്ന് എഴുതുക. ഇത്രയാണ് പ്രോസസ് വൈ അക്കൗണ്ട്. ഇനി ഞാൻ നിങ്ങൾക്ക് എങ്ങനെയാണ് നോർമൽ ലോസ് അക്കൗണ്ട് വരയ്ക്കുക. ഇവിടെ നോർമൽ ലോസ് അക്കൗണ്ട് ആണ് നമ്മൾ വരയ്ക്കാൻ പറഞ്ഞിട്ട്. നോർമൽ ലോസും അബ്നോർമൽ ലോസും ഉണ്ടല്ലോ, 2 അക്കൗണ്ട് വരയ്ക്കണം. നോർമൽ ലോസ് സിമ്പിളാണ് കേട്ടോ. നോർമൽ ലോസ് പറഞ്ഞാൽ നമുക്ക് എവിടെയൊക്കെ നോർമൽ ലോസ് വന്നിട്ടുണ്ട്? പ്രോസസ് എക്സ് അക്കൗണ്ടിൽ ഒരു നോർമൽ ലോസ് വന്നിട്ടുണ്ട് 100 യൂണിറ്റ് 1000 രൂപ. അത് നമ്മൾ ആദ്യം എടുത്ത്, ഇത് ക്രെഡിറ്റിലല്ലേ നമ്മൾ നോർമൽ ലോസ് എഴുതിയേക്കണേ. അപ്പോൾ നേരെ കൊണ്ട് നമ്മൾ ഡെബിറ്റ് സൈഡിൽ പ്രോസസ് എക്സ് എന്ന് പറയുന്നത് നോർമൽ ലോസിനകത്ത് ഒരിക്കലും നോർമൽ ലോസ് എഴുതരുത്. ഏത് അക്കൗണ്ടിൽ നിന്നാണോ വന്നത് ആ അക്കൗണ്ട് പേര് എഴുതുക. ഇത് പ്രോസസ് എക്സിൽ നിന്നല്ലേ വന്നത്. എക്സിൽ നിന്ന് നോർമൽ ലോസ് 100 യൂണിറ്റും 1000 രൂപയാണ്. നമ്മൾ 100 യൂണിറ്റും 1000 രൂപ എഴുതി. ഈ അടുത്ത പ്രോസസ് വൈയിലും നമുക്ക് നോർമൽ ലോസ് ഇല്ലേ. നോർമൽ ലോസ് ഇല്ലേ. എത്രയാ? 90 യൂണിറ്റും 1080 രൂപയും. അത് നമ്മൾ എന്ത് ചെയ്യുക? ഡെബിറ്റ് സൈഡിലോട്ട് പ്രോസസ് വൈ എന്ന് പറഞ്ഞ് എഴുതിയിട്ട് 90 യൂണിറ്റും 1080 നമ്മൾ എന്ത് ചെയ്യുക? ഇത് രണ്ടും കൂടി കൂട്ടുമ്പോൾ ഈ നോർമൽ ലോസ് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അത് നമുക്കൊരു ആക്രി അല്ലേ. അതായത് അത് ഉറപ്പായിട്ടും ആ പ്രൊഡക്റ്റ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഉണ്ടാകുന്നൊരു ഉറപ്പായിട്ടുണ്ടാകുന്നൊരു നഷ്ടമാണ് നോർമൽ ലോസ് അല്ലേ. അപ്പോൾ നമ്മളത് രണ്ടും കൂടി കൂട്ടി. ഇപ്പോൾ 2 ഉള്ളത് കൊണ്ടാണ് നമ്മൾ 2 ഇത് രണ്ടും കൂടി കൂട്ടുക. അപ്പോൾ 100ഉം 90 കൂടി കൂട്ടുമ്പോൾ 190 കിട്ടി. 1000ഉം 1080 കൂടി 2080 നമ്മൾ ക്രെഡിറ്റ് സൈഡിൽ ക്യാഷ്. കാരണം നോർമൽ ലോസ് പറഞ്ഞാൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഒരു കൊപ്രയുടെ കേസ് നമ്മൾ മുമ്പ് പറയുന്നത്, കൊപ്ര ആട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വെളിച്ചെണ്ണ മാത്രമല്ല അതിൽ പിണ്ണാക്ക് കിട്ടും. പിണ്ണാക്ക് എന്ന് പറഞ്ഞാൽ നോർമൽ ലോസാണ്. ഉറപ്പായിട്ടും കൊപ്ര ആട്ടുമ്പോൾ സാധനം ഉണ്ടാവും. ഈ പിണ്ണാക്ക് വിറ്റാൽ നമുക്ക് പൈസ കിട്ടും. അതാണ് സ്ക്രാപ്പ് വാല്യൂ. അപ്പോൾ നമ്മളത് വിൽക്കുമ്പോൾ നമുക്ക് ക്യാഷ് കിട്ടിയില്ലേ. അപ്പോൾ നമ്മൾ ക്രെഡിറ്റ് സൈഡിൽ ക്യാഷ് എന്ന് പറഞ്ഞ് എഴുതാം കേട്ടോ. ഇതാണ്
നോർമൽ ലോസ് അക്കൗണ്ട്. ഇനി അബ്നോർമൽ ലോസ് അക്കൗണ്ട് നമ്മൾ വരയ്ക്കാൻ പോവുകയാണേ. അബ്നോർമൽ ലോസ് പറയുമ്പോൾ നമുക്ക് അബ്നോർമൽ ലോസ് വന്നേക്കണേ എവിടെയാണെന്ന് നോക്കി. അബ്നോർമൽ ലോസ് വന്നിട്ടുള്ളത് പ്രോസസ് വൈയിലാണ് അബ്നോർമൽ ലോസ് വന്നേക്കണേ. എത്ര യൂണിറ്റാണ്? 10 യൂണിറ്റ് 700 രൂപ. അത് ക്രെഡിറ്റിലല്ലേ കിടക്കുന്ന പ്രോസസ് വൈയിൽ. അപ്പോൾ അബ്നോർമൽ ലോസ് അക്കൗണ്ടിൽ നേരെ ഡെബിറ്റ് സൈഡിലോട്ട് വരും. പ്രോസസ് വൈയിലായതുകൊണ്ട് വൈ എന്ന് പറഞ്ഞ് എഴുതാം. 10 യൂണിറ്റ് 700 രൂപ. ഈ അബ്നോർമൽ ലോസ് പറഞ്ഞ അർത്ഥം പ്രതീക്ഷിക്കാതെ വന്ന നോർമൽ ലോസ് എന്നല്ലേ അർത്ഥം. അപ്പോൾ പിണ്ണാക്ക് തന്നെയാണ് സാധനം, പക്ഷെ നമ്മൾ അത്രയും പ്രതീക്ഷിച്ചിട്ടില്ല, പ്രതീക്ഷിക്കാതെ വന്ന സാധനമാണ്. അപ്പോൾ നമുക്കത് വിറ്റൂടെ? അത് വിറ്റാലും ഈ പിണ്ണാക്ക് തന്നെയാണല്ലോ, അത് വിൽക്കാൻ പോവാണ് നമ്മൾ. അപ്പോൾ നമുക്ക് ക്യാഷ് കിട്ടും. അപ്പോൾ വിൽക്കുന്നത് എത്ര രൂപയ്ക്കാണ്? ഇവിടുത്തെ അബ്നോർമൽ ലോസ്, നമ്മൾ നോർമൽ ലോസ് വിറ്റ് ഇവിടെ എത്ര രൂപയ്ക്കായിരുന്നു? പ്രോസസ് വൈഡ് നോർമൽ ലോസ് വിറ്റ് എത്ര രൂപയ്ക്കാണ്? സ്ക്രാപ്പ് വാല്യൂ ഇവിടെ എത്രയായിരുന്നു? 12 രൂപയായിരുന്നു അല്ലേ? അതായത് അവിടുത്തെ നോർമൽ ലോസ് നമ്മൾ 90 × 12 ചെയ്തപ്പോഴാണ് നമുക്കിവിടെ 1080 കിട്ടിയത്. അപ്പോൾ അവിടുത്തെ അബ്നോർമൽ ലോസ് പറഞ്ഞാലും അവിടുത്തെ പിണ്ണാക്ക് തന്നെയാണ്. ആ പിണ്ണാക്ക് നമുക്ക് 12 രൂപയ്ക്കല്ലേ വിൽക്കാൻ പറ്റുക. അപ്പോൾ 10 × 12, ഇവിടെ 10 യൂണിറ്റ് നമ്മൾ ക്യാഷ് വിൽക്കാൻ പോവാണ്. 10 × 12 120 കിട്ടും. ബാക്കി കിട്ടുന്ന ബാലൻസിങ് ഫിഗർ നിങ്ങൾ എന്ത് ചെയ്യണം? കോസ്റ്റിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. ഇതേപോലെ തന്നെയാണ് അബ്നോർമൽ ഗെയിൻ വരുമ്പോൾ കേട്ടോ. പക്ഷേ അബ്നോർമൽ ഗെയിൻ വരുമ്പോൾ നമുക്ക് ഡെബിറ്റിലല്ലേ അബ്നോർമൽ ഗെയിൻ വരിക. അപ്പോൾ നമ്മളത് ക്രെഡിറ്റ് സൈഡിലോട്ട് എടുത്ത് എഴുതുക. അബ്നോർമൽ ഗെയിൻ അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ ക്യാഷ് എന്നോ അല്ലെങ്കിൽ ആ നോർമൽ ലോസ് ചെയ്തിട്ട് ജസ്റ്റ് ബാലൻസിങ് ഫിഗർ കോസ്റ്റിംഗ് പി ആനിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക. ഇങ്ങനെയാണ് നിങ്ങൾ പ്രോസസ് അക്കൗണ്ട് വരയ്ക്കേണ്ടത്. ഇത് നമ്മുടെ SA ക്വസ്റ്റ്യൻ ആണ്. നന്നായി മനസ്സിലാക്കിയിട്ട് പോവുക. കാരണം നിങ്ങൾക്ക് ഒരുപാട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഒക്കെ ആണെങ്കിൽ എങ്ങനെ പോയാലും ഒരു നോർമൽ സ്റ്റുഡൻറ്റ് ഒരു 8-9 മാർക്ക് സുഖമായിട്ട് വാങ്ങാൻ പറ്റും കേട്ടോ. ഫുൾ മാർക്കും വാങ്ങാൻ പറ്റും. ഒരു നോർമൽ സ്റ്റുഡൻറ്റ്, ആവറേജ് സ്റ്റുഡൻറ്റിന് പോലും 8-9 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ചാപ്റ്ററാണ് പ്രോസസ് കോസ്റ്റിംഗ്. എല്ലാവരും BCom-കാരും BBA-കാരും നന്നായിട്ട് നോക്കിയിട്ട് പോവുക. അടുത്തത് നമ്മുടെ കോൺട്രാക്ട് കോസ്റ്റിംഗ് ആണ്. കോൺട്രാക്ട് കോസ്റ്റിംഗ് എന്ന് പറയുന്നതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു തിയറിയാണ് എസ്കലേഷൻ ക്ലോസും ഡി എസ്കലേഷൻ ക്ലോസും. എന്താണ് എസ്കലേഷൻ ക്ലോസ് നമുക്ക് നോക്കാം. എസ്കലേഷൻ എന്ന് പറഞ്ഞാൽ തന്നെ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കോൺട്രാക്ടർ ഉണ്ടല്ലോ, കോൺട്രാക്ടർ ഒരു കോൺട്രാക്റ്റ് ഏറ്റെടുക്കുമ്പോൾ ഒരു പ്രൈസ് പറയും, കോൺട്രാക്ട് പ്രൈസ് പറയും. ഒരു 10 ലക്ഷമാണെന്ന് വിചാരിക്കുക. ചിലപ്പോൾ കോൺട്രാക്റ്റൊക്കെ പണിയൊക്കെ തുടങ്ങിയ സമയത്തായിരിക്കും ചിലപ്പോൾ മെറ്റീരിയൽ ലേബറിനൊക്കെ പ്രൈസ് കൂടിയിട്ടുണ്ടാവാം. അപ്പോൾ കോൺട്രാക്ടറിനെ സംബന്ധിച്ച് നഷ്ടമാണല്ലേ. അപ്പോൾ കോൺട്രാക്ടർ ഈ എഗ്രിമെൻറ്റ് വെക്കുന്ന സമയത്ത് തന്നെ എന്ത് ചെയ്യും? ഒരു ക്ലോസ് വയ്ക്കും. എന്താണ് ക്ലോസ്? അതായത് നമ്മുടെ ലേബറിൻ്റെയോ മെറ്റീരിയലിൻ്റെയൊക്കെ പ്രൈസ് കൂടിയാൽ നമ്മൾ കോൺട്രാക്ട് പ്രൈസും കൂട്ടുകെട്ടോ എന്ന് പറയുന്ന ഒരു കോൺട്രാക്ട് വയ്ക്കും, ഒരു ക്ലോസ് വയ്ക്കും. അതിനെയാണ് എസ്കലേഷൻ ക്ലോസ് എന്ന് പറയുക കേട്ടോ. ദ പ്രൈസ് ഓഫ് കോൺട്രാക്ട് ഈസ് യൂഷ്വലി ഫിക്സഡ് ഓൺ ദ ബേസിസ് ഓഫ് ദ എസ്റ്റിമേറ്റഡ് കോസ്റ്റ് ഓഫ് ദ കോൺട്രാക്ട്. ഇഫ് ദ കോസ്റ്റ് ഓഫ് കോൺട്രാക്ട് ഇൻക്രീസസ് ഡ്യൂ ടു ഇൻക്രീസ് ഇൻ കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ ആൻഡ് ലേബർ, ഇറ്റ് വിൽ റിസൾട്ട് ഇൻ ഫോൾ ഇൻ പ്രോഫിറ്റ് ഓർ ഈവൻ ലോസ് ടു ദ കോൺട്രാക്ടർ. കണ്ടോ? അതായത് മെറ്റീരിയലിനോ ലേബറിൻ്റെയൊക്കെ വില കൂടുമ്പോൾ ഓട്ടോമാറ്റിക്കലി പ്രോഫിറ്റ് കുറയുകയും അയാൾക്ക് നഷ്ടം വരികയും സംഭവിക്കാം കോൺട്രാക്ടറിന് അല്ലേ. ദ കോൺട്രാക്ട് എഗ്രിമെൻറ്റ് യൂഷ്വലി കണ്ടെയ്ൻ എ ക്ലോസ് ടു പ്രൊട്ടക്ട് ദ കോൺട്രാക്ടർ ഫ്രം ദ ഇൻക്രീസ് ഇൻ പ്രൈസ് ഓഫ് മെറ്റീരിയൽ ആൻഡ് ലേബർ. ഇങ്ങനെ മെറ്റീരിയലും ലേബറിനും വില കൂടുമ്പോൾ കോൺട്രാക്ടർ നഷ്ടം വരാതിരിക്കാൻ വേണ്ടി, കോൺട്രാക്ടറിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു ക്ലോസ് വയ്ക്കും, എഗ്രിമെൻ്റ് ഒരു ക്ലോസ് വയ്ക്കും. അത്തരം ക്ലോസിനെയാണ് എസ്കലേഷൻ ക്ലോസ് എന്ന് പറയുക കേട്ടോ. Escalation clause is a clause in the contract agreement which provides for a revision of the contract price. കണ്ടോ? അപ്പോൾ ഈ എസ്കലേഷൻ ക്ലോസ് നമ്മൾ വെച്ചിട്ടുണ്ടെങ്കിൽ കോൺട്രാക്ട് പ്രൈസ് അല്ലെങ്കിൽ കോൺട്രാക്ട് എഗ്രിമെൻറ്റ് പ്രകാരം നമുക്ക് കോൺട്രാക്ട് പ്രൈസ് എപ്പോൾ വേണമെങ്കിലും ചേഞ്ച് ആവാനാണ് അർത്ഥം. നേരെ ഓപ്പോസിറ്റ് വെക്കുകയാണ്. അതിന് ഡി എസ്കലേഷൻ ക്ലോസ് ആണ് പറയുന്നത്. ലാസ്റ്റ് പാരഗ്രാഫിലുണ്ട്, ദ കോൺട്രാക്ട് എഗ്രിമെൻറ്റ് മേ ഇൻക്ലൂഡ് എ ക്ലോസ് ഫോർ ഡൗൺവേർഡ് റിവിഷൻ ഓഫ് ദ കോൺട്രാക്ട് പ്രൈസ്. കോൺട്രാക്ട് പ്രൈസ് ഭാവിയിൽ കുറയാൻ വേണമെങ്കിൽ, അതായത് 10 ലക്ഷം രൂപയ്ക്ക് നമ്മളൊരു വീട് പണിയാൻ കൊടുത്തു, മെറ്റീരിയൽ ലേബറിൻ്റെ വില വീട് പണി തുടങ്ങിയപ്പോൾ കുറഞ്ഞെങ്കിൽ കോൺട്രാക്ട് പ്രൈസ് കുറയില്ലേ. അപ്പോൾ അങ്ങനെ നമ്മുടെ കോൺട്രാക്റ്റ് വെക്കുന്ന ഒരു കോൺട്രാക്റ്റിയുടെ റിക്വസ്റ്റ് പ്രകാരം വെക്കുന്ന ഒരു ക്ലോസാണ് ഡി എസ്കലേഷൻ ക്ലോസ്. ഇനി കോസ്റ്റ് പ്ലസ് കോൺട്രാക്റ്റ് ഉണ്ട്. കോസ്റ്റ് പ്ലസ് കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു കോൺട്രാക്റ്റ് നമ്മൾ നടന്ന സമയത്ത് ഓരോ സ്റ്റേജിലായിരിക്കും നമ്മൾ പ്രൈസ് കൊടുക്കുക അല്ലേ. കോൺട്രാക്ടറിന് വർക്ക് ചെയ്യുന്നതനുസരിച്ചായിരിക്കും പേയ്മെൻറ്റ് കൊടുക്കുക. രണ്ട് ഫുൾ എമൗണ്ട് ഒരുമിച്ച് കൊടുക്കില്ലല്ലോ. അപ്പോൾ വർക്കിനനുസരിച്ച് ഇപ്പോൾ ഒരു 3 ലക്ഷം രൂപയുടെ ജോലി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 3 ലക്ഷം പ്ലസ് അയാളുടെ പ്രോഫിറ്റും കൂടി ചേർത്ത് കൊടുക്കുക. അതാണ് കോസ്റ്റ് പ്ലസ് കോൺട്രാക്ട് കേട്ടോ. അതൊന്ന് പഠിച്ചു വയ്ക്കുക, തിയറി ചോദിക്കാറുണ്ട്. എ കോസ്റ്റ് പ്ലസ് കോൺട്രാക്ട് ഈസ് എ കോൺട്രാക്ട് ഇൻ വിച്ച് ദ കോൺട്രാക്ട് എഗ്രീസ് ടു പേ ദ ആക്ച്വൽ കോസ്റ്റ് ഓഫ് ദ കോൺട്രാക്ട് പ്ലസ് എ പെർസെൻറ്റേജ് ഓഫ് കോസ്റ്റ് ടുവേർഡ്സ് ദ പ്രോഫിറ്റ്. ആക്ച്വൽ കോസ്റ്റ് എത്രയാണോ കോൺട്രാക്റ്റിന് വന്നേക്കുന്നത് അതിൻ്റെ കൂടെ പ്ലസ് അയാളുടെ പ്രോഫിറ്റിൻ്റെ ഒരു പെർസെൻറ്റേജ് കൂടി നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കും. അതാണ് കോസ്റ്റ് പ്ലസ് കോൺട്രാക്ട്. നമുക്കിനി അതിൻ്റെ പ്രോബ്ലം നോക്കാം. അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റുകൾ നന്നായി മനസ്സിലാക്കിയാലേ പ്രോബ്ലം ചെയ്യാൻ പറ്റുള്ളൂ. ഓൾറെഡി നമ്മൾ മുൻപ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫോളോയിങ് വാസ് ദ എക്സ്പെൻഡിച്ചർ ഓൺ എ കോൺട്രാക്ട് ഫോർ 6 lakh commenced in January.
ജനുവരിയിൽ തുടങ്ങിയ നമ്മുടെ കോൺട്രാക്റ്റ് എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് എത്രയാണ്? 6 lakh ആണ്. മെറ്റീരിയൽസ് 1,20,000, വേജസ് 1,64,000, പ്ലാന്റ് ഉണ്ട് 20,000, ഓവർ ഹെഡ് 8,500. ക്യാഷ് റിസീവ്ഡ് ഓൺ അക്കൗണ്ട് ഓഫ് ദ കോൺട്രാക്ട് അപ് ടു 31st December വാസ് rupees 2,40,000, ബീയിങ് 80% ഓഫ് ദ വർക്ക് സർട്ടിഫൈഡ്. അതായത് 80% വർക്ക് എത്രയോ വർക്ക് സർട്ടിഫൈ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ 80% പൈസയാണ് 2,40,000. അത് പറഞ്ഞുതരാം. വർക്ക് അൺസർട്ടിഫൈഡ് 6,000 ഡയറക്റ്റ്ലി തന്നിട്ടുണ്ട്. ദ വാല്യൂ ഓഫ് മെറ്റീരിയൽസ് ഇൻ ഹാൻഡ് വാസ് rupees 4,000. അത് ക്ലോസിംഗ് ഡേറ്റിൽ നമ്മുടെ കയ്യിലുള്ള മെറ്റീരിയലാണ്. ദ പ്ലാന്റ് ഹാഡ് 20% ഡിപ്രീസിയേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യണ്ടേ? ഡെബിറ്റ് സൈഡിൽ നമ്മുടെ എക്സ്പെൻസുകളൊക്കെ എഴുതാം. മെറ്റീരിയൽസ് ഉണ്ട്, ഇവിടെ യൂണിറ്റ് ഒന്നുമില്ല, ഒരൊറ്റ എമൗണ്ട് കോളേ ഉള്ളൂ കേട്ടോ മക്കളെ. ഈ പ്രോസസ്സും ഇതും കൂടി മിക്സ് ആക്കി വെക്കരുത്. മെറ്റീരിയൽസ് എന്ന് പറയുന്ന ഡെബിറ്റ് സൈഡിൽ എഴുതുക. എത്രയാണ്? 1,20,000. വേജസ് 1,64,000. പ്ലാന്റ് ഉണ്ട്, പ്ലാന്റ് 20,000 എഴുതുക. അതുപോലെ തന്നെ ഓവർ ഹെഡ് 20,000. ഓക്കെ അല്ലേ? ഓവർ ഹെഡ് 8,500. ഇത്രയും കാര്യങ്ങൾ നമ്മൾ എഴുതിയിട്ടുണ്ട്. ഇനി ക്രെഡിറ്റ് സൈഡിൽ WIP വർക്ക് ഇൻ പ്രോഗ്രസ് എന്ന് പറഞ്ഞിട്ട് വർക്ക് ഇൻ പ്രോഗ്രസ് പറഞ്ഞ് നമ്മൾ സാധാരണ എന്ത് എഴുതുക? വർക്ക് സർട്ടിഫൈഡ്. വർക്ക് ഇൻ പ്രോഗ്രസ് നമ്മൾ എഴുതേണ്ടത് വർക്ക് സർട്ടിഫൈഡും വർക്ക് അൺസർട്ടിഫൈഡ് ആണ്. ഇതിൽ വർക്ക് സർട്ടിഫൈഡ് നമുക്ക് നേരിട്ട് തന്നിട്ടില്ല, പക്ഷെ ഒരു ഹിൻഡ് പറഞ്ഞിട്ടുണ്ട് അല്ലേ? എന്താ പറഞ്ഞേക്കണേ നോക്കി നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. അതായത് എത്രയോ രൂപയുടെ വർക്ക് സർട്ടിഫൈ ചെയ്തിട്ടുണ്ട്, ആ രൂപയുടെ 80% വർക്ക് സർട്ടിഫൈ ചെയ്തതിൻ്റെ 80% നമ്മൾ ക്യാഷ് റിസീവ് ചെയ്തിട്ടുണ്ട്. അത് 2,40,000. മനസ്സിലായോ? അപ്പോൾ ഈ 2,40,000 എന്ന് പറയുന്ന സാധനം 2,40,000 എന്ന് പറയുന്ന സാധനം എന്താണ്? വർക്ക് സർട്ടിഫൈ ചെയ്തതിൻ്റെ 80% എന്നല്ലേ അർത്ഥം? വർക്ക് സർട്ടിഫൈ ചെയ്ത് നമുക്ക് എത്രയാണെന്ന് അറിയില്ല. ആ വർക്ക് സർട്ടിഫൈ ചെയ്തതിൻ്റെ 80% വർക്ക് സർട്ടിഫൈ ചെയ്തതിൻ്റെ 80% രൂപ 2,40,000 എന്ത് ചെയ്തിട്ടുണ്ട്? ക്യാഷ് നമ്മൾ റിസീവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 2,40,000 എന്ന് പറഞ്ഞാൽ 80% തുല്യമല്ലേ? അതിൽ നമ്മൾ 100% കണ്ടുപിടിക്കുക. 100% കണ്ടുപിടിക്കുക. അപ്പോൾ എന്ത് ചെയ്യണം? 2,40,000 ഇൻറ്റു 100/80. എപ്പോഴും ശ്രദ്ധിക്കട്ടെ, ഇങ്ങനെ വന്നാൽ ഇങ്ങനെ ചെയ്യാൻ പാടുള്ളൂ. 80% വർക്ക് സർട്ടിഫൈ ചെയ്തതിൻ്റെ എമൗണ്ട് ഇത്രയാണെന്ന് പറഞ്ഞാൽ ആ എമൗണ്ട് ഇൻറ്റു 100/80 ചെയ്യുക. അപ്പോൾ നമുക്ക് വർക്ക് സർട്ടിഫൈഡ് കിട്ടും. അപ്പോൾ നമുക്ക് 3 ലക്ഷം എന്നാണ് കിട്ടുക. അതിനർത്ഥം 3 ലക്ഷം രൂപയുടെ വർക്ക് സർട്ടിഫൈ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ 80% നമ്മുടെ 2,40,000 എന്നാണ് അർത്ഥം കേട്ടോ. അപ്പോൾ നമുക്ക് വർക്ക് സർട്ടിഫൈഡ് കിട്ടിയില്ലേ? 3 ലക്ഷം നമ്മൾ എന്ത് ചെയ്യുക? ക്രെഡിറ്റ് സൈഡിൽ 3 ലക്ഷം രൂപ എഴുതുക. വർക്ക് സർട്ടിഫൈഡ് വർക്ക് ഇൻ പ്രോഗ്രസ് പറഞ്ഞിട്ട് വർക്ക് സർട്ടിഫൈഡ് 3 ലക്ഷം, വർക്ക് അൺസർട്ടിഫൈഡ് ഡയറക്റ്റ്ലി നമുക്ക് തന്നിട്ടുണ്ട് 6,000. അപ്പോൾ 3,06,000 കിട്ടും. ഇനി ക്ലോസിംഗ് ഡേറ്റിലെ മെറ്റീരിയൽസ് ഇൻ ഹാൻഡിൽ 4,000 രൂപ നമ്മൾ ക്ലോസിംഗ് ഡേറ്റിൽ എടുത്ത് ചെയ്താൽ. അതുപോലെ പ്ലാന്റിൻ്റെ തേയ്മാനം വന്നിട്ടുള്ള 20%. അപ്പോൾ പ്ലാന്റ് 20,000 ഇൻറ്റു 20/100 ചെയ്യുമ്പോൾ നമുക്ക് 20,000ൻ്റെ 10% എന്ന് പറഞ്ഞാൽ നമുക്ക് 2,000 എന്നറിയാം. അപ്പോൾ 20% 4,000 രൂപ. 4,000 രൂപയാണ് തേയ്മാനം വന്നേക്കണേ. ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് 2 രീതിയിൽ ഇത് കാണിക്കാം കേട്ടോ. ഒന്നില്ലെങ്കിൽ പ്ലാന്റ് അസെറ്റ് ആയതുകൊണ്ട് പ്ലാന്റ് കാണിക്കാതെ വെറും 4,000 രൂപ മാത്രമേ ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞ ഡെബിറ്റ് സൈഡിൽ വേണമെങ്കിൽ കാണിച്ചാൽ ആൻസർ കറക്റ്റായിട്ട് കിട്ടും. അല്ലെങ്കിൽ ഡെബിറ്റിൽ ഒറിജിനൽ പ്ലാന്റിൻ്റെ വില കാണിച്ചിട്ട് ക്ലോസിംഗ് ഡേറ്റിൽ എന്ത് ചെയ്യുക? ആ പ്ലാന്റിൽ നിന്ന് ഡിപ്രീസിയേഷൻ കുറച്ച് കാണിക്കുക. അങ്ങനെ കാണിച്ചാലും കറക്റ്റ് ആയിരിക്കും ആൻസർ. 2 രീതിയിൽ ഇത് കാണിക്കാം. ഒന്നിലെ ഡിപ്രീസിയേഷൻ മാത്രം കാണിക്കുക, അപ്പോൾ ഡെബിറ്റ് സൈഡിൽ ഡിപ്രീസിയേഷൻ മാത്രം കാണിക്കുക, പിന്നെ വേറെ എവിടെയും പ്ലാന്റ് കാണിക്കരുത്. ഇനി പ്ലാന്റ് കാണിക്കുന്നുണ്ടെങ്കിൽ ഡെബിറ്റ് സൈഡിൽ അതിൻ്റെ ഒറിജിനൽ റേറ്റ് ക്വസ്റ്റനിൽ വന്നിട്ടുള്ള റേറ്റ് പ്ലാന്റ് 20,000 കാണിക്കുക. ക്രെഡിറ്റ് സൈഡിൽ ഡിപ്രീസിയേഷൻ തേയ്മാനം കഴിച്ചുള്ള ക്ലോസിംഗ് ഡേറ്റിലെ വാല്യൂ കാണിക്കുക. അപ്പോൾ 20,000 ആണ്, 4,000 രൂപ ഡിപ്രീസിയേഷൻ വന്നിട്ട് അപ്പോൾ ബാക്കി 16,000 രൂപ കാണിക്കുക. സിമ്പിളാണ് കേട്ടോ. അപ്പോൾ ഇത്രയും കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? ഇത് ബാലൻസ് ചെയ്യാം. ഇത് ബാലൻസ് ചെയ്യാം. അപ്പോൾ നമ്മൾ ബാലൻസ് ചെയ്യുമ്പോൾ നമുക്ക് ക്രെഡിറ്റ് സൈഡിൽ 3,26,000 ആണ്, അതാണ് കൂടുതൽ എമൗണ്ട്. അതിൽ നിന്ന് ഡെബിറ്റ് സൈഡിലെ എമൗണ്ട് നമ്മൾ കുറയ്ക്കുമ്പോൾ നമുക്ക് ഡെബിറ്റ് സൈഡിൽ ഒരു ബാലൻസ് കിട്ടും 13,500. ഇതിനെ നമ്മൾ നോഷണൽ പ്രോഫിറ്റ് എന്നാണ് പറയുക. വാട്ട് ഈസ് നോഷണൽ പ്രോഫിറ്റ്? ദ പ്രോഫിറ്റ് ഓഫ് ഇൻകംപ്ലീറ്റ് കോൺട്രാക്ട്. കംപ്ലീറ്റ് അല്ലാത്ത കോൺട്രാക്റ്റിൻ്റെ പ്രോഫിറ്റിനെ വിളിക്കുന്ന പേരാണ് നോഷണൽ പ്രോഫിറ്റ്. 13,500. ഈ കിട്ടിയ 13,500 ക്യാരി ഡൗൺ എന്ന് പറഞ്ഞ് കാണിക്കുക. അത് അടുത്ത ഇതിലേക്ക് നമ്മൾ ബ്രോ ഡൗൺ ചെയ്യുക 13,500. ഇനി ഈ ഒരു ഇക്വേഷൻ നിങ്ങൾ ശ്രദ്ധിക്കണം. നോഷണൽ പ്രോഫിറ്റ് കിട്ടിയാൽ അതിലെ കുറച്ച് എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യണം? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് മാറ്റണം. കുറച്ച് എമൗണ്ട് വർക്ക് ഇൻ പ്രോഗ്രസ് റിസർവിലേക്ക് മാറ്റണം. അതിൽ എത്ര രൂപയാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് മാറ്റേണ്ടത്? അതിനൊരു ഇക്വേഷൻ ഉണ്ട്. എന്താണ്? നമുക്ക് കിട്ടിയ നോഷണൽ പ്രോഫിറ്റ് ഇൻറ്റു 2/3 ചെയ്യണോ 1/3 ചെയ്യണോ നിങ്ങൾ ശ്രദ്ധിക്കണം. 1/3 എപ്പോഴാണ് ചെയ്യുക, 2/3 എപ്പോഴാണ് ചെയ്യുക ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ കോൺട്രാക്ട് പ്രൈസ് എത്രയാണ്?
കോൺട്രാക്ട് പ്രൈസ് 6 lakh ആണ് അല്ലേ. വർക്ക് ഇൻ പ്രോഗ്രസ്സോ, വർക്ക് ഇൻ പ്രോഗ്രസ് നമുക്ക് 3 ലക്ഷത്തിലേക്ക് കിട്ടിയങ്ങനെ. അതായത് വർക്ക് സർട്ടിഫൈഡ് 50% അതിൽ കൂടുതലോ ആണെങ്കിൽ, ഇപ്പോൾ 6 ലക്ഷത്തിൻ്റെ പകുതി എത്രയാണ്, 3 ലക്ഷമാണ് അല്ലേ. അപ്പോൾ 50% നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, 50% വർക്ക് സർട്ടിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ 50% അതിൽ കൂടുതലോ ആണ് നമ്മുടെ വർക്ക് സർട്ടിഫൈഡ്. ഇപ്പോൾ 3 ലക്ഷത്തിലേക്ക് കിട്ടിയണേ, അപ്പോൾ അതിൻ്റെ പകുതിയാണ്, ഇത് 50%. അപ്പോൾ 50% അതിൽ കൂടുതലുമാണ് വർക്ക് സർട്ടിഫൈ ചെയ്തിട്ടുള്ളതെങ്കിൽ നമ്മളിവിടെ 2/3 ആണ് എഴുതേണ്ടത്, അല്ലെങ്കിൽ 1/3 ആണ് കേട്ടോ. ഓർത്ത് വയ്ക്കുക. ഇപ്പോൾ 3 ലക്ഷത്തിന് പകരം 2 ലക്ഷമെന്നോ അല്ലെങ്കിൽ 1.5 ലക്ഷമെന്നോ 2.5 ലക്ഷമൊക്കെയാണ് വർക്ക് സർട്ടിഫൈഡ് ആയിരുന്നെങ്കിൽ ഇവിടെ 2/3 അല്ല എഴുതേണ്ടത്, 1/3 ആണ്. പഠിച്ചിട്ട് പോവുക. അതേ ഇൻറ്റു കഴിഞ്ഞിട്ടില്ല, 2/3 ചെയ്താൽ അതേ ഇൻറ്റു ക്യാഷ് റിസീവർ ഡിവൈഡഡ് ബൈ വർക്ക് സർട്ടിഫൈഡ് ചെയ്യുക. ക്യാഷ് റിസീവർ ഡിവൈഡ് ബൈ വർക്ക് സർട്ടിഫൈഡ്. ഇവിടെ ക്യാഷ് റിസീവ്ഡ് എത്രയാണ്, ക്യാഷ് റിസീവ്ഡ് 2,40,000 ആണ്. വർക്ക് സർട്ടിഫൈഡ് 3 ലക്ഷം. അപ്പോൾ 13,500 ഇൻറ്റു 2/3 ഇൻറ്റു 2,40,000 ഡിവൈഡ് ബൈ 3 ലക്ഷം അങ്ങനെ കൊടുക്കാം. അല്ലെങ്കിൽ നമുക്കിവിടെ പെർസെൻറ്റേജ് അല്ലേ തന്നേക്കണേ, പെർസെൻറ്റേജ് ഈ 80% അല്ലേ നമ്മൾ ക്യാഷ് റിസീവ്ഡ്. അപ്പോൾ ക്യാഷ് റിസീവ്ഡിനോട് 80 കൊടുത്താൽ മതി, വർക്ക് സർട്ടിഫൈഡ് 100 അങ്ങനെ കൊടുത്താലും കറക്റ്റ്. ഇവിടെ പെർസെൻറ്റേജിൽ തരുമ്പോൾ ഇങ്ങനെ ചെയ്താലും മതി. ഈ 2,40,000 ബൈ 3 ലക്ഷം എന്ന് ചെയ്യണമെന്നില്ല, 80/100 ചെയ്താലും മതി. 80% അല്ലേ നമ്മൾ ക്യാഷ് റിസീവ് ചെയ്തേക്കണം. അപ്പോൾ ക്യാഷ് റിസീവ്ഡ് 80% ബൈ വർക്ക് സർട്ടിഫൈഡ് എത്രയാണ്, 100%. അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ നമുക്കൊരു 7,200 കിട്ടും. ആ 7,200 ആണ് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് മാറ്റിയേക്കണേ. അപ്പോൾ ഈ 13,500 നിന്ന് 7,200 കുറച്ചാൽ ബാക്കിയുള്ള എമൗണ്ട് 6,300 എന്ത് ചെയ്യുക, വർക്ക് ഇൻ പ്രോഗ്രസ് റിസർവിലേക്ക് മാറ്റുക. ഇതാണ് കോൺട്രാക്റ്റ് അക്കൗണ്ട്. വളരെ സിമ്പിളാണ്. അപ്പോൾ പെർസെൻറ്റേജിൽ വന്നാൽ ഇങ്ങനെയാണ് നിങ്ങൾ ചെയ്യേണ്ടത് കേട്ടോ. നന്നായിട്ട് ഇത് പഠിച്ചിട്ട് പോവുക. ഒരു ക്വസ്റ്റ്യനും കൂടി കാണിച്ചു തരാം. ഫോളോയിങ് പർട്ടിക്കുലേഴ്സ് റിലേറ്റ് ടു കോൺട്രാക്ട് നമ്പർ 101 ഫോർ ദ ഇയർ. മെറ്റീരിയൽസ് പർച്ചേസ്ഡ് ഉണ്ട്. അപ്പോൾ ഡെബിറ്റ് സൈഡിൽ മെറ്റീരിയൽസ് പർച്ചേസ്ഡ് എഴുതുക, 75,000 എഴുതി. അടുത്ത മെറ്റീരിയൽസ് ഇൻ ഹാൻഡ് അറ്റ് ദ എൻഡ്, ക്ലോസിംഗ് ഡേറ്റിലെ മെറ്റീരിയലാണ്. അപ്പോൾ ക്രെഡിറ്റ് സൈഡിലാണ് എഴുതേണ്ടത്. 3,000 രൂപ നമ്മൾ ക്രെഡിറ്റ് സൈഡിൽ എഴുതി. വേജസ് പേര് ഡെബിറ്റ് സൈഡിൽ എഴുതുക. വേജസ് ഔട്ട്സ്റ്റാൻഡിങ് ഉണ്ട് കേട്ടോ മക്കളെ. അപ്പോൾ രണ്ടും കൂടി കൂട്ടിയിട്ട് എഴുതുക. 87,500 1,250 കൂട്ടിയിട്ട് ഔട്ട്സ്റ്റാൻഡിങ് കൂട്ടി എഴുതുക. അപ്പോൾ 88,750. ഇൻഡയറക്റ്റ് എക്സ്പെൻസ് 3,750 ഡെബിറ്റിൽ എഴുതുക. പിന്നെ കോസ്റ്റ് ഓഫ് പ്ലാന്റ് 12,500 ഡെബിറ്റ് സൈഡിൽ എഴുതുക. അപ്പോൾ ഇത്രയാണ് ഡെബിറ്റ് സൈഡിൽ എഴുതേണ്ടത്. ദ വാല്യൂ വർക്ക് സർട്ടിഫൈഡ് വാസ് 1,80,000. ഓൾറെഡി നമുക്ക് നേരിട്ട് നമുക്ക് വർക്ക് സർട്ടിഫൈഡ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. 1,80,000 ഓഫ് വിച്ച് 1,35,000 ഹാഡ് ബീൻ റിസീവ്ഡ്. അതായത് 1,80,000 ആണ് വർക്ക് സർട്ടിഫൈ ചെയ്തിട്ടുള്ളത്. അതിൻ്റെ 1,35,000 രൂപ നമ്മൾ ക്യാഷായിട്ട് നമ്മൾ റിസീവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ക്രെഡിറ്റ് സൈഡിൽ വർക്ക് ഇൻ പ്രോഗ്രസ് എന്നിട്ട് വർക്ക് സർട്ടിഫൈഡ് 1,80,000 എഴുതുക. ഇനി വർക്ക് അൺസർട്ടിഫൈഡ് ക്വസ്റ്റ്യനിൽ ഡയറക്റ്റ്ലി 5,000 എന്ന് പറയുന്നുണ്ട്. അപ്പോൾ 5,000 കൂടി കൂട്ടിയിട്ട് ക്രെഡിറ്റ് സൈഡിൽ 1,80,000. കോൺട്രാക്ട് പ്രൈസ് 3 ലക്ഷമാണ്. അപ്പോൾ 3 ലക്ഷം രൂപയാണ് കോൺട്രാക്ട് പ്രൈസ്. ശ്രദ്ധിക്കണം, 3 ലക്ഷം രൂപയാണ് നമ്മുടെ കോൺട്രാക്ട് പ്രൈസ് എന്ന് പറയുന്നത്. ആ കോൺട്രാക്ട് പ്രൈസിൻ്റെ പകുതി എത്രയാണ്? 3 ലക്ഷത്തിൻ്റെ പകുതി 1.5 ലക്ഷം അല്ലേ. അപ്പോൾ 50% എന്ന് പറഞ്ഞാൽ 1.5 ലക്ഷമാണ്. ഈ 3 ലക്ഷത്തിൻ്റെ പകുതി എത്രയാണ്? 1.5 ലക്ഷമാണ്. അതാണ് 50%. ഇവിടെ 1,80,000 വർക്ക് സർട്ടിഫൈ ചെയ്തിട്ടില്ലേ. അപ്പോൾ 1.5 ലക്ഷത്തിനേക്കാൾ കൂടുതൽ സർട്ടിഫൈ, അതായത് 50%-നേക്കാൾ കൂടുതൽ സർട്ടിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളെങ്ങനെയാണ് 2/3 അല്ലേ ഇവിടെ ചെയ്യുക, അല്ലെങ്കിൽ 1/3 ആണ് കേട്ടോ. ശ്രദ്ധിക്കണം. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. നമ്മൾ എന്ത് ചെയ്യണം, ഇനി ക്ലോസിംഗ് ഡേറ്റിൽ പ്ലാന്റ് എഴുതാൻ മറന്നു പോകരുത്. കാരണം നമുക്കൊരു ഡിപ്രീസിയേഷൻ ഉണ്ട്. പ്ലാന്റിന് 20% ഡിപ്രീസിയേഷൻ വന്നിട്ടുണ്ട്. പ്ലാന്റിൻ്റെ വില 12,500 അല്ലേ. അപ്പോൾ 12,500 ഇൻറ്റു 20/100 ചെയ്യുക. അപ്പോൾ ഡിപ്രീസിയേഷൻ കിട്ടും. അപ്പോൾ ഡിപ്രീസിയേഷൻ നമുക്ക് 2,500 ആണ് വരിക. 12,500 2,500 കുറച്ച് ബാക്കി 10,000. അല്ലെങ്കിൽ 2,500 മാത്രം ഡെബിറ്റ് സൈഡിൽ കാണിച്ചാലും കറക്റ്റാണ് കേട്ടോ. ബാലൻസ് ചെയ്യുമ്പോൾ നമുക്ക് നോഷണൽ പ്രോഫിറ്റ് 18,000 കിട്ടി. അത് ബ്രോ ഡൗൺ ചെയ്ത് 18,000. ഇനി അതിൽ നിന്ന് എത്ര രൂപ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് മാറ്റണം, എത്ര റിസർവിലേക്ക് മാറ്റണം, എങ്ങനെ കണ്ടുപിടിക്കുക? ഈ 18,000 ഇൻറ്റു 1/3 ആണോ 2/3 ആണോ അത് നോക്കേണ്ടത്. വർക്ക് സർട്ടിഫൈഡും കോൺട്രാക്ട് പ്രൈസ് ആണ് നോക്കേണ്ടത്. ഇവിടെ കോൺട്രാക്ട് പ്രൈസ് 3 ലക്ഷം രൂപയാണ്. ഇവിടെ കോൺട്രാക്ട് പ്രൈസ് 3 ലക്ഷമാണ്. വർക്ക് സർട്ടിഫൈഡ് 1,80,000. ഇത് 50%-നേക്കാൾ കൂടുതലാണ്. അപ്പോൾ 50-നേക്കാൾ കൂടുതൽ വന്നാൽ ഇവിടെ 2/3 വരും. ഇൻറ്റു ക്യാഷ് റിസീവ്ഡ് ബൈ വർക്ക് സർട്ടിഫൈഡ്. ക്യാഷ് റിസീവ്ഡ് 1,35,000 എന്ന് പറയുന്നത് ഡിവൈഡ് ബൈ വർക്ക് സർട്ടിഫൈഡ് 1,80,000. അപ്പോൾ നമുക്ക് 9,000 കിട്ടും. അതാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് മാറ്റിയത്. 18,000 9,000 പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് മാറ്റിയ ബാക്കി 9,000 റിസർവിലേക്ക് മാറ്റുക. സിമ്പിളാണ് കേട്ടോ. ഇനി നമുക്ക് കോൺട്രാക്ട് പ്രൈസിനേക്കാൾ ഒരു 25%-നേക്കാൾ താഴെയാണ് വർക്ക് സർട്ടിഫൈ ചെയ്തെങ്കിലോ,
ഇപ്പോൾ 3 ലക്ഷം, 3 ലക്ഷത്തിൻ്റെ പകുതി എത്രയാണ്? 1.5 ലക്ഷം. 1.5യുടെ പകുതി എത്ര? 75,000. അപ്പോൾ ഒരു 50,000 രൂപ, 3 ലക്ഷം രൂപ കോൺട്രാക്ട് പ്രൈസ് ഉള്ള ഒരു കോൺട്രാക്റ്റിൻ്റെ 50,000 രൂപയുടെ മാത്രമേ വർക്ക് സർട്ടിഫൈ ചെയ്തിട്ടുള്ളൂവെങ്കിൽ, ഇത് 25%-നേക്കാൾ കുറവാണ് വർക്ക് സർട്ടിഫൈ ചെയ്തിരിക്കുന്നതെങ്കിൽ ഈ കിട്ടിയ പ്രോഫിറ്റ് ഫുള്ള് നമ്മൾ റിസർവിലേക്ക് മാറ്റേണ്ടത് കേട്ടോ. ഇത് ഫുള്ള് റിസർവിലേക്ക് മാറ്റാം. ഇനി 25% മുകളിലും 50% താഴെയുമാണെങ്കിൽ ഈ 2/3 പകരം എന്ത് വരും? 1/3 വരും കേട്ടോ. അതൊന്ന് ഈ 3 കേസ് ഒന്ന് പഠിച്ചു വയ്ക്കുക. ഒന്നുകൂടെ പറഞ്ഞുതരാം. വർക്ക് സർട്ടിഫൈ ചെയ്തത് 50%-മോ അതിൽ കൂടുതലും ആണെങ്കിൽ 2/3, 25%-നും 50%-നും ഇടയിലാണെങ്കിൽ 1/3, 25%-ൽ താഴെയാണെങ്കിലോ ഫുൾ എമൗണ്ട് റിസർവിലേക്ക് പോകും. അവിടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ഒറ്റ എമൗണ്ട് പോവില്ല. ഇനി കോൺട്രാക്റ്റ് അക്കൗണ്ട് വരയ്ക്കാൻ പറഞ്ഞാൽ ഇത് വേറൊരു ക്വസ്റ്റിൻ്റെ കോൺട്രാക്റ്റ് അക്കൗണ്ടാണ്. ഞാൻ ഇത് വെച്ച് പറഞ്ഞുതരാം. നമ്മൾ ബൈ ക്യാഷ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് എത്ര എമൗണ്ടാണ് റിസീവ് ചെയ്തത്. ഇവിടെ ക്യാഷ് റിസീവ്ഡ് എത്രയാണ്? 1,35,000 അല്ലേ? ആ 1,35,000 നമ്മളിവിടെ എഴുതാം. 1,35,000 എന്ന് എഴുതാം കേട്ടോ. 1,35,000 നമ്മൾ ക്യാഷ് എന്ന് പറഞ്ഞ് എഴുതാം. ബാലൻസ് ക്യാരി ഡൗൺ എന്ന് പറഞ്ഞിട്ട് എഴുതാം. അത്രയേ ഉള്ളൂ. അപ്പോൾ 1,35,000 സെയിം നമ്മൾ ടോട്ടൽ എടുത്ത് എഴുതി. അതന്നെ ഡെബിറ്റ് സൈഡിലോട്ട് ബാലൻസ് ക്യാരി ഡൗൺ. അതാണ് കോൺട്രാക്റ്റ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞാൽ ഇങ്ങനെയാണ് ചെയ്യേണ്ടത് കേട്ടോ. ഓക്കെ അല്ല? ഇത് വേറൊരു ക്വസ്റ്റിൻ്റെ കോൺട്രാക്റ്റ് അക്കൗണ്ടാണ് ഞാൻ അടിയിൽ കാണിച്ചിട്ടുള്ളത്. നിങ്ങളോട് വരയ്ക്കാൻ പറഞ്ഞാൽ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ എല്ലാവരും കോൺട്രാക്റ്റ് അക്കൗണ്ടും പ്രോസസ് അക്കൗണ്ടും നന്നായി പഠിച്ചിട്ട് പോവുക. ഓക്കെ, താങ്ക് യു.